ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL സീസൺ അവസാനിക്കുമ്പോൾ ആ കപ്പിൽ മുത്തമിടുന്ന ടീമിന് സമ്മാനമായി കിട്ടുന്നത് ഏകദേശം 20 കോടി രൂപയാണ്. 200 മില്യൺ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് 20 കോടി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ തുകയാണ്. എന്നാൽ കോടികൾ മറിയുന്ന IPL മാർക്കറ്റിൽ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ തുക വെറും ചില്ലറ കാശാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ വർഷം 2025 തങ്ങളുടെ കന്നി കിരീടം നേടിയ RCBയുടെയോ ബ്രാൻഡ് വാല്യൂവിൽ 2700 കോടിക്ക് മുകളിൽ നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയോ കാര്യം എന്തായിരിക്കും? ഇത്രയും ഭീമമായ ആസ്തിയുള്ള ഈ വമ്പൻ ടീമുകൾക്ക് വെറും 20 കോടിക്ക് വേണ്ടി ഇത്രയും വാശിയോടെ പൊരുതേണ്ട കാര്യമുണ്ടോ? ഈ സമ്മാനത്തുകയേക്കാൾ വലിയ എന്തോ ഒന്നാണ് ഓരോ ടീമിനെയും IPLൽ മുന്നോട്ട് നയിക്കുന്നത്. അതെന്താണെന്നറിയാമോ? നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ടെലിവിഷനിലും മൊബൈലിലും കാണുന്ന ആവേശകരമായ മത്സരങ്ങൾ IPL എന്ന ഭീമൻ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. യഥാർത്ഥ കളി നടക്കുന്നത് സ്റ്റേഡിയത്തിന് പുറത്താണ്. അവിടെ കോടികളല്ല, ലക്ഷം കോടികളാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒഴുകുന്നത്. ഇന്ന് IPL എന്ന് പറയുന്നത് വെറും ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് അല്ല, അതൊരു മണി മേക്കിംഗ് മെഷീനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള സ്പോർട്സ് ലീഗുകളിൽ 2ാം സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ IPL. അമേരിക്കയിലെ NFL മാത്രമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ആലോചിച്ച് നോക്കൂ, 2026 എത്തി നിൽക്കുമ്പോൾ ഒരു IPL മത്സരം ടെലിവിഷനിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും കാണിക്കാനുള്ള അവകാശത്തിന് മാത്രം BCCI ഈടാക്കുന്നത് 100 കോടിയിലധികം രൂപയാണ്. വെറും 3 മണിക്കൂർ നീളുന്ന ഒരു കളിക്ക് 100 കോടി. ക്രിക്കറ്റും ബിസിനസ്സും കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ഈ ഒരു മാതൃക ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും ഒക്കെ IPL മോഡലിൽ സ്വന്തം ലീഗുകൾ തുടങ്ങാൻ നിർബന്ധിതരായത്. പക്ഷേ ഇന്ത്യ എങ്ങനെയാണ് ഈ വിസ്മയം കെട്ടിപ്പടുത്തത്? എവിടെ നിന്നാണ് ഈ ടീമുകൾക്ക് ഇത്രയധികം പണം കിട്ടുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന ഈ ആഡംബരങ്ങൾക്കും കോടികൾക്കും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. IPL തുടങ്ങുന്നതിനും 1 വർഷം മുമ്പ് ഇന്ത്യയിൽ മറ്റൊരു വമ്പൻ ലീഗ് തുടങ്ങിയിരുന്നു. ICL അഥവാ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ്. CTV ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണ് ICLന് പിന്നിലുണ്ടായിരുന്നത്. ഇന്നത്തെ IPL പോലെ തന്നെ വിവിധ സിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള ടീമുകളും ലേലവുമൊക്കെ അന്നേ അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. BCCIയുടെയോ ICCയുടെയോ അനുവാദമില്ലാതെയാണ് ഈ ലീഗ് തുടങ്ങിയത്. ഇത് BCCI ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, ICLൽ ചേരുന്ന ഏതൊരു താരത്തെയും ഇന്ത്യൻ ടീമിൽ നിന്നും ആഭ്യന്തര മത്സരങ്ങളിൽ നിന്നും ആജീവനാന്തം വിലക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. കളിക്കാർക്ക് ശമ്പളം കുത്തനെ കൂട്ടിക്കൊടുത്ത് അവരെ ICLൽ നിന്നും പിന്തിരിപ്പിക്കാനും BCCI ശ്രമിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ തങ്ങൾക്ക് മുകളിൽ മറ്റൊരു ശക്തി വളരുന്നത് BCCIക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഒടുവിൽ ICLനെ പൂട്ടാൻ BCCI പുറത്തെടുത്ത മാസ്റ്റർ പ്ലാനാണ് 2007 സെപ്റ്റംബറിൽ നമ്മൾ കേട്ടത്. ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL. ഈ വമ്പൻ പദ്ധതി നടപ്പിലാക്കാൻ BCCI നിയോഗിച്ചത് ലളിത് മോദിയെ ആയിരുന്നു. IPL എന്നത് ICLൻ്റെ കോപ്പിയല്ലെന്നും വർഷങ്ങളായി തങ്ങളുടെ മനസ്സിലുള്ള പ്ലാനാണെന്നുമാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത്. ഫുട്ബോളിലെ പ്രീമിയർ ലീഗും അമേരിക്കയിലെ NBA പോലെ ഒരു സൂപ്പർ ലീഗ് ക്രിക്കറ്റിലും വരുന്നു. അങ്ങനെ 2008 ഏപ്രിലിൽ ആദ്യ IPL സീസൺ പിറന്നു. അതോടെ ICL എന്ന ലീഗ് പതുക്കെ തകർന്നു വീണു. ഒടുവിൽ 2009 അവർക്ക് ഷട്ടർ താഴ്ത്തേണ്ടി വന്നു. ഇവിടെയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. IPLൻ്റെ വിജയം മനസ്സിലാക്കാൻ BCCIയുടെ പവർ നമ്മൾ അറിയണം. പലരും കരുതുന്നത് BCCI ഒരു സർക്കാർ സ്ഥാപനമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. BCCI സാങ്കേതികമായി ഒരു പ്രൈവറ്റ് ബോഡിയാണ്. കേന്ദ്ര സർക്കാരിന് ഇതിൽ നേരിട്ട് നിയന്ത്രണമില്ല. പക്ഷെ ലോക ക്രിക്കറ്റിൻ്റെ നെടുന്തൂണായ ICC ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏക അധികാരിയായി BCCIയെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആര് ക്രിക്കറ്റ് കളിക്കണം, ആര് കളിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സർവാധികാരവും BCCIയുടെ കയ്യിലാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് അവർ ICLനെ പൂട്ടിച്ചതും IPLനെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റിയതും. ശരി, ഇനി നമുക്ക് IPL എന്ന ഈ വമ്പൻ ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങും നിയന്ത്രണവും BCCIയുടെ കയ്യിലാണ്. എന്നാൽ BCCI കൂടാതെ ഈ പണപ്പെട്ടിയുടെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന മറ്റ് 3 പ്രധാനികൾ കൂടിയുണ്ട്.
ഒന്ന്, ബ്രോഡ്കാസ്റ്റർമാർ. നാം കളി കാണുന്ന സ്പോർട്സ് ചാനലുകളും ജിയോ സിനിമ പോലെയുള്ള സ്ട്രീമിംഗ് ആപ്പുകളുമാണവർ. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ ഏകദേശം 48,000 കോടിയിലധികം രൂപയാണ് BCCIക്ക് ഇവരിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. 2, ടീം ഉടമകൾ. വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളും സിനിമാ താരങ്ങളും അടങ്ങുന്ന IPL ഫ്രാഞ്ചൈസികൾ. ഷാരുഖ് ഖാനും മുകേഷ് അംബാനിയും മുതൽ പ്രീതി സിന്ധ വരെ നീളുന്ന വമ്പൻ നിര. 3, സ്പോൺസർമാർ. ഓരോ ഓവർ കഴിയുമ്പോഴും ബാറ്റിൻ്റെ മുകളിലും ജേഴ്സിയിലുമൊക്കെ നമ്മൾ കാണുന്ന ടാറ്റയും ഡ്രീം 11 പോലുള്ള കമ്പനികൾ. ഈ 3 കൂട്ടരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന പശയാണ് BCCI. ഈ ചങ്ങലയിൽ നിന്ന് ഒരാൾ മാറിയാൽ പോലും IPL എന്ന അത്ഭുതം നിലച്ചു പോകും. BCCIയുടെ ബാങ്ക് ബാലൻസ് കുതിച്ചുയരാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് സ്പോൺസർഷിപ്പ് ഡീലുകൾ. ഇതിൽ തന്നെ ഏറ്റവും വലുത് ടൈറ്റിൽ സ്പോൺസർഷിപ്പാണ്. ഓർത്തു നോക്കൂ, നമ്മൾ IPL എന്ന് വെറുതെ പറയാറില്ല. പകരം DLF IPL, പെപ്സി IPL, വിവോ IPL എന്ന് ബ്രാൻഡ് പേര് ചേർത്ത് പറയാറുള്ളൂ. ഇപ്പോൾ അത് ടാറ്റ IPL ആണ്. ഈ ഒരു പേരിന് വേണ്ടി കമ്പനികൾ BCCIക്ക് കൊടുക്കുന്ന തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആദ്യ സീസണുകളിൽ DLF വെറും 40 കോടി രൂപയാണ് നൽകിയിരുന്നതെങ്കിൽ അവിടെ നിന്ന് വിവോയും ഡ്രീം 11 ഒക്കെ വന്നതോടെ തുക കുതിച്ചുയർന്നു. ഇന്ത്യ ചൈന തർക്കം വന്നപ്പോൾ വിവോ മാറിയതും പകരം ഡ്രീം 11 വന്നതുമൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് BCCIക്ക് നൽകുന്നത് റെക്കോർഡ് തുകയാണ്. അടുത്ത 5 വർഷത്തേക്ക് ഏകദേശം 2,500 കോടി രൂപയ്ക്കാണ് ടാറ്റ ഈ പേര് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു വർഷം മാത്രം 500 കോടി രൂപ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, IPLന് മുന്നിൽ സ്വന്തം പേര് വെക്കാൻ മാത്രം ഒരു ദിവസം BCCIക്ക് കിട്ടുന്നത് 1.5 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഈ സംഖ്യകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും IPL സ്പോൺസർഷിപ്പ് എത്ര വലിയ ലോട്ടറിയാണെന്ന്. കമ്പനികൾക്ക് തങ്ങളുടെ ബ്രാൻഡ് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണിത്. മുൻപേ സൂചിപ്പിച്ചതുപോലെ ടാറ്റ ഗ്രൂപ്പും BCCIയും തമ്മിലുള്ള നിലവിലെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കരാർ IPL ചരിത്രത്തിലെ ഏറ്റവും വലുതാണ്. അടുത്ത 5 വർഷത്തേക്ക് 2024 തൊട്ട് 28 വരെ ഏകദേശം 2,500 കോടി രൂപയ്ക്കാണ് ടാറ്റ ഈ പേര് സ്വന്തമാക്കിയത്. അതായത് ഒരു വർഷം മാത്രം 500 കോടി രൂപ. ഈ ഭീമമായ തുകയുടെ പകുതി BCCI നിലനിർത്തും. ബാക്കി പകുതി IPL ടീമുകൾക്കിടയിൽ വീതിക്കും. കൂടാതെ സിയറ്റ് ടയേഴ്സ്, സ്ട്രാറ്റജിക് ടൈം ഔട്ട്, ക്രെഡ് പവർ പ്ലേ, ഡ്രീം 11 ഗെയിം ചേഞ്ചർ തുടങ്ങിയ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് ഡീലുകളിൽ നിന്ന് BCCIക്ക് ഓരോ വർഷവും ഏകദേശം 600 കോടി രൂപയിലധികം ലഭിക്കുന്നുണ്ട്. അതായത് സ്പോൺസർഷിപ്പ് വഴി മാത്രം BCCIയുടെ പണപ്പെട്ടിയിലേക്ക് ഒഴുകുന്നത് ഒരു വർഷം 1000 കോടിയിലധികം രൂപയാണ്. ഇനി പറയാൻ പോകുന്നത് BCCIയുടെ ബാങ്ക് ബാലൻസ് റോക്കറ്റ് പോലെ കുതിക്കാൻ കാരണമായ ആ രഹസ്യമാണ്. ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്. IPL കളി എവിടെ കാണിക്കണം? TV-യിലോ അതോ മൊബൈലിലോ? കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം കളി കാണാൻ ഇരിക്കുമ്പോൾ അവിടെ തെളിയുന്ന പരസ്യങ്ങൾ വമ്പൻ ലാഭമാണ് ചാനലുകൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ IPL സംപ്രേഷണം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി മാധ്യമ കമ്പനികൾ തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കാറുണ്ട്. ആദ്യ 10 വർഷം സോണി ആയിരുന്നു ഇതിൻ്റെ രാജാക്കന്മാർ. അന്ന് 8,200 കോടി രൂപയ്ക്കാണ് അവർ 10 വർഷത്തെ കരാറ് ഉറപ്പിച്ചത്. എന്നാൽ പിന്നീട് സ്റ്റാർ സ്പോർട്സ് വന്നതോടെ കളി മാറുകയും ചെയ്തു. 16,000 കോടിയിലധികം രൂപ കൊടുത്താണ് അവർ 5 വർഷത്തെ അവകാശം വാങ്ങിയത്. പക്ഷേ ഇന്ന് 2026 നമ്മൾ നിൽക്കുമ്പോൾ ഈ തുകകൾ കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഡിസ്നി സ്റ്റാറും ജിയോ സിനിമയുടെ ഉടമകളായ വയോകോം 18ഉം ചേർന്ന് ഏകദേശം 48,390 കോടി രൂപയാണ് BCCIക്ക് നൽകുന്നത്. അതായത് ഒരു IPL മത്സരം TV-യിലും ഫോണിലും കാണിക്കാനുള്ള അവകാശത്തിന് മാത്രം BCCI ഈടാക്കുന്നത് 100 കോടി രൂപയിലധികമാണ്. വെറും 3 മണിക്കൂർ കളിക്ക് 100 കോടി. ഈ പണത്തിൻ്റെ പകുതി BCCI എടുക്കും. ബാക്കി പകുതി ടീമുകൾക്ക് വീതിച്ച് നൽകും. ഇത്രയും വലിയ തുക മുടക്കാൻ ബ്രോഡ്കാസ്റ്റർമാർ തയ്യാറാകുന്നത് കളിക്കിടയിൽ വരുന്ന 10 സെക്കൻഡ് പരസ്യത്തിന് പോലും അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ ചാനലുകൾക്ക് എങ്ങനെയാണ് ഇത്രയും ലാഭമെന്ന്. ഒരു ഉദാഹരണം പറയാം. കളിക്കിടയിൽ വെറും 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ആ 10 സെക്കൻഡ് നിങ്ങളുടെ ബ്രാൻഡ് സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ ഇന്ന് ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. അതായത് ഓരോ ഓവർ കഴിയുമ്പോഴും ചാനലുകൾ സമ്പാദിക്കുന്നത് കോടികളാണ്. വിക്കറ്റ് വീഴുമ്പോഴോ ടൈം ഔട്ട് എടുക്കുമ്പോഴോ നമ്മൾ കാണുന്ന ഓരോ പരസ്യവും ചാനലുകളുടെ പണപ്പെട്ടി നിറയ്ക്കുകയാണ്.
2026 IPL വ്യൂവർഷിപ്പ് റെക്കോർഡുകൾ തകർക്കുമ്പോൾ പരസ്യ നിരക്കുകളും കുതിച്ചുയരുകയാണ്. ഡിസ്നി സ്റ്റാറും ജിയോ സിനിമയും തങ്ങൾ മുടക്കിയ കോടികൾ വെറും പരസ്യങ്ങളിലൂടെ മാത്രം തിരിച്ചു പിടിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഭീമമായ ലാഭവും ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ കളി കാണുന്ന ഓരോ നിമിഷവും അവർ കോടികൾ കൊയ്യുകയാണ്. ഇനി നമുക്ക് ടീം ഉടമകളുടെ പോക്കറ്റിലേക്ക് ഒന്ന് നോക്കാം. ഒരു IPL ടീമിനെ സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുകേഷ് അംബാനിയെയും ഷാരുഖ് ഖാനെയും പോലെയുള്ള വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളും സെലിബ്രിറ്റികളുമാണ് ഈ ടീമുകൾക്ക് പിന്നിൽ. ഒരു ടീമിനെ എടുത്താൽ മാത്രം പോരാ, അതിനെ നിലനിർത്താൻ ഓരോ വർഷവും കോടികൾ ചെലവാക്കണം. ഇതിൽ ഏറ്റവും വലിയ ചെലവ് ലേലത്തിലൂടെ വാങ്ങുന്ന കളിക്കാരുടെ ശമ്പളമാണ്. ഇത് കൂടാതെ മികച്ച കോച്ചിങ് സ്റ്റാഫ്, വിദേശ യാത്രകൾ, 5 സ്റ്റാർ ഹോട്ടലുകളിലെ താമസം, പരിശീലന സൗകര്യങ്ങൾ, അങ്ങനെ ലിസ്റ്റ് നീളുകയാണ്. ഏകദേശം 200 മുതൽ 250 കോടി രൂപ വരെയാണ് ഒരു സീസണിൽ മാത്രം ഒരു ടീമിൻ്റെ ശരാശരി ചെലവ്. ഇത്രയും പണം എവിടെ നിന്ന് കിട്ടും? BCCI കൊടുക്കുന്ന വിഹിതം കൊണ്ട് മാത്രം ഈ ചെലവ് നടക്കില്ല. അവിടെയാണ് ടീമുകൾ തങ്ങളുടെ ബ്രാൻഡ് പവർ ഉപയോഗിക്കുന്നത്. കളിക്കാരുടെ ജേഴ്സി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തല മുതൽ പാദം വരെ ലോഗോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാവാം. ഹെൽമറ്റിലൊന്ന്, ജേഴ്സിയുടെ നെഞ്ചിൽ വലുതായി മറ്റൊന്ന്, കൈകളിൽ, എന്തിന് പാൻറിൽ പോലും ബ്രാൻഡ് ലോഗോകൾ കാണാം. ഓരോ ജേഴ്സിയിൽ മാത്രം 10ഓളം സ്പോൺസർമാരുണ്ടാകും. പ്രിയപ്പെട്ട താരം സിക്സർ അടിക്കുമ്പോഴോ വിക്കറ്റ് എടുക്കുമ്പോഴോ ഈ ലോഗോകൾ കോടിക്കണക്കിന് ആളുകളുടെ കണ്ണിലേക്കെത്തും. ഇതിനുവേണ്ടി മാത്രം കമ്പനികൾ ടീമുകൾക്ക് നൽകുന്നത് കോടികളാണ്. അടുത്തത് സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് കളക്ഷനാണ്. ഒരു ടീമിൻ്റെ സ്വന്തം തട്ടകത്തിൽ, ഹോം ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ കിട്ടുന്ന ടിക്കറ്റ് വരുമാനത്തിൻ്റെ 80% ആ ടീമിനുള്ളതാണ്. ബാക്കി 20% ആ സ്റ്റേഡിയം നോക്കി നടത്തുന്ന അസോസിയേഷനും ലഭിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മുംബൈയിലെ വാങ്കഡയിൽ കളി നടക്കുമ്പോൾ ടിക്കറ്റ് കാശിൽ ഭൂരിഭാഗവും മുംബൈ ഇന്ത്യൻസിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഓരോ സീസണിലും ഒരു ടീം കുറഞ്ഞത് 7 കളികളെങ്കിലും സ്വന്തം നാട്ടിൽ കളിക്കുന്നുണ്ട്. ആരാധകർ ഇരച്ചെത്തുമ്പോൾ ഓരോ മാച്ചിലും ഏകദേശം 4 മുതൽ 5 കോടി രൂപ വരെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ടീമിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ടീമിൻ്റെ ഭീമമായ ചെലവുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു തുകയല്ല. പക്ഷെ കളി കാണാൻ വരുന്നവർ വാങ്ങുന്ന ഭക്ഷണവും വെള്ളവും മെർച്ചൻഡൈസുകളും വഴി സ്റ്റേഡിയങ്ങളിൽ നിന്ന് വേറെയും കോടികൾ മറിയുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് ഒരു കുപ്പി വെള്ളത്തിന് നമ്മൾ കൊടുക്കുന്ന അധിക വില പോലും ഈ വമ്പൻ ബിസിനസ് മെഷീൻ്റെ ചെറിയൊരു ഭാഗമാണ്. കളിക്കളത്തിന് പുറത്തും ടീമുകൾ പണം വാരുന്നുണ്ട്. അതാണ് മെർച്ചൻഡൈസിങ്. നമ്മൾ ആരാധകർക്ക് നമ്മുടെ ടീമിനോടുള്ള ഇഷ്ടം കാണിക്കാൻ അവരുടെ ജേഴ്സി ഇടുന്നത് വലിയൊരു ആവേശമാണ്. 2026 IPL ബ്രാൻഡ് വാല്യൂ കുതിച്ചുയരുമ്പോൾ വെറുമൊരു ജേഴ്സി മാത്രമല്ല ഇന്ന് വിപണിയിലുള്ളത്. തൊപ്പികൾ, കീ ചെയിനുകൾ, ഫോൺ കവറുകൾ, എന്തിന് ബ്രാൻഡഡ് ചാർജറുകളും ജോഗറുകളും വരെ ഇന്ന് ടീമുകളുടെ ലോഗോയിൽ ലഭ്യമാണ്. RCBയുടെ റെഡ് ജേഴ്സിയോ ചെന്നൈയുടെ യെല്ലോ ജേഴ്സിയോ നമ്മൾ വാങ്ങുമ്പോൾ ആ പണം നേരിട്ട് പോകുന്നത് ടീം ഉടമകളുടെ കൈകളിലേക്കാണ്. ഓരോ സീസണിലും ലക്ഷക്കണക്കിന് ജേഴ്സികളാണ് ഇന്ത്യയിലുടനീളം വിറ്റഴിക്കപ്പെടുന്നത്. ഇത് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വെറും കച്ചവടമല്ല, മറിച്ച് ആരാധകരെ തങ്ങളുടെ ടീമുമായി വൈകാരികമായി ബന്ധിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. ഒടുവിൽ ആവേശകരമായ ആ ഫൈനൽ പോരാട്ടം കഴിഞ്ഞ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ ആ ടീമിനെ കാത്തിരിക്കുന്നത് 20 കോടി രൂപയുടെ 200 മില്യൺ വമ്പൻ സമ്മാന തുകയല്ലേ. ചാമ്പ്യന്മാർക്ക് മാത്രമല്ല, ഫൈനലിൽ എത്തിയ റണ്ണറപ്പിനും ക്വാളിഫയറിലും എലിമിനേറ്ററിലും പോരാടിയ ടീമുകൾക്കും കോടികൾ ലഭിക്കും. ഈ സമ്മാനത്തുകയുടെ പകുതി ടീം ഉടമകൾക്കുള്ളതാണെങ്കിൽ ബാക്കി പകുതി ആ ടീമിലെ കളിക്കാർക്ക് തുല്യമായി വീതിച്ചു നൽകും. ലേലത്തിലൂടെ കിട്ടുന്ന കോടികൾക്ക് പുറമെ കളിക്കാർക്ക് ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ബോണസാണിത്. 2026 എത്തി നിൽക്കുമ്പോൾ IPL എന്നത് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ടൂർണമെൻ്റ് അല്ല, അതൊരു ഭാഗ്യലക്ഷ്മിയാണ്. ഓരോ പ്രകടനവും ഓരോ വിജയവും അവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ലേലത്തിൽ കിട്ടുന്ന വലിയ ശമ്പളത്തിന് പുറമെ ടൂർണമെൻറ്റ് ജയിക്കുമ്പോൾ കിട്ടുന്ന ഈ ബോണസ് തുക ഓരോ കളിക്കാരനെയും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നോക്കൂ, IPL എന്നത് വെറുമൊരു വിനോദമല്ല, അത് BCCIക്കും ടീം ഉടമകൾക്കും ബ്രോഡ്കാസ്റ്റർമാർക്കും സ്പോൺസർമാർക്കും കളിക്കാർക്കും ഒരുപോലെ ലാഭം നൽകുന്ന പഴുതുകളില്ലാത്ത ഒരു അത്ഭുത ബിസിനസ് മോഡലാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്. ഒരു IPL ടീമിന് ഒരു വർഷം ഏകദേശം 200 മുതൽ 250 കോടി രൂപ വരെ ചെലവുണ്ട്. പക്ഷേ
കപ്പടിച്ചാൽ കിട്ടുന്നതാകട്ടെ വെറും 20 കോടിയും. 200 കോടി മുടക്കി 20 കോടിക്ക് വേണ്ടി ഇവർ എന്തിനാണ് ഇത്രയും വാശിയോടെ പോരാടുന്നത്? ഈ ബിസിനസ്സിൽ ഉടമകൾക്ക് ഭ്രാന്താണോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിൻ്റെ ഉത്തരം ബ്രാൻഡ് വാല്യൂ എന്ന 2 വാക്കിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2025 RCB ആദ്യമായി കപ്പടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു തരംഗം, ഒരു ടീം ചാമ്പ്യന്മാരാകുമ്പോൾ ആ ടീമിന് കിട്ടുന്ന പബ്ലിസിറ്റി ലോകം മുഴുവൻ എത്തും. ആരാധകരുടെ എണ്ണം ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് കുതിക്കും. ആരാധകർ കൂടുമ്പോൾ ആ ടീമിൻ്റെ സോഷ്യൽ മീഡിയ പവർ കൂടും. കളി കാണുന്നവരുടെ എണ്ണം കൂടും. ഇത് കാണുമ്പോൾ സ്പോൺസർമാർ ആ ടീമിന് പിന്നാലെ ക്യൂ നിൽക്കും. ഇന്നലെ വരെ 10 കോടി തന്നിരുന്ന സ്പോൺസർമാർ ടീം ചാമ്പ്യന്മാരായാൽ അടുത്ത വർഷം 50 കോടി തരാൻ തയ്യാറാകും. ഇതോടെ ആ ടീമിൻ്റെ ബ്രാൻഡ് മൂല്യം 2000 കോടിയിൽ നിന്ന് 3000 കോടിയിലേക്ക് കുതിക്കും. ചുരുക്കത്തിൽ IPL ഉടമകളെ സംബന്ധിച്ചിടത്തോളം ആ 20 കോടിയുടെ സമ്മാന തുകയല്ല ലക്ഷ്യം, മറിച്ച് കിരീടം നേടുന്നതിലൂടെ തങ്ങളുടെ ടീമിൻ്റെ ബ്രാൻഡ് മൂല്യം കോടികൾ വർദ്ധിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ കളി. ബ്രാൻഡ് മൂല്യം കൂട്ടാൻ ടീമുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു മാന്ത്രിക വിദ്യയാണ് സ്റ്റാർ പവർ. ഒരു ടീമിൽ ആരുണ്ട് എന്നത് ആ ടീമിന് കിട്ടുന്ന സ്പോൺസർഷിപ്പിനെയും ഫാൻ ബേസിനെയും നേരിട്ട് ബാധിക്കും. ഉദാഹരണത്തിന് വിരാട് കോഹ്ലി RCBക്ക് വേണ്ടിയോ, രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടിയോ, MS ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയോ കളത്തിലിറങ്ങുമ്പോൾ ആ ടീമുകളുടെ മൂല്യം ആകാശത്തോളമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ലേലത്തിൽ എത്ര കോടികൾ മുടക്കിയും വലിയ താരങ്ങളെ സ്വന്തമാക്കാൻ ടീമുകൾ മത്സരിക്കുന്നത്. താരങ്ങൾ മാത്രമല്ല, ഉടമകളുടെ പ്രശസ്തിയും ടീമിന് ഗുണം ചെയ്യും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉടമ ഷാരുഖ് ഖാൻ ആണെന്നത് ആ ടീമിന് നൽകുന്ന പവറും മീഡിയ കവറേജും ചെറുതല്ല. ഇതുകൂടാതെ ഒരു വലിയ ബിസിനസ് എന്ന നിലയിൽ ടീമുകളുടെ ഓഹരികൾ, ഷെയർസ് വമ്പൻ കമ്പനികൾക്ക് വിൽക്കുന്നതിലൂടെയും ഇവർ ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. CSKയിൽ LICക്കുള്ള നിക്ഷേപവും രാജസ്ഥാൻ റോയൽസിൻ്റെ ഓഹരികൾ റെഡ് ബേർഡ് ക്യാപിറ്റൽ വാങ്ങിയതുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ ഗ്രൗണ്ടിലെ കളി പോലെ തന്നെ പുറത്ത് വമ്പൻ നിക്ഷേപങ്ങളും തന്ത്രങ്ങളും കോർത്തിണക്കിയാണ് IPL എന്ന ഈ ബിസിനസ് സാമ്രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ കാണുന്ന ഓരോ സിക്സറും വിക്കറ്റും വെറുമൊരു ആവേശം മാത്രമല്ല, ഓരോ പന്തിലും കോടികൾ മറിയുന്ന, ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് IPL. BCCI മുതൽ ഗ്രൗണ്ടിലെ സാധാരണ ജീവനക്കാർക്ക് വരെ വരുമാനം നൽകുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റം. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ IPL ഇത്രയധികം വളർന്നെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശമാണെങ്കിൽ ലോകത്തിന് ഇതൊരു അത്ഭുതകരമായ ബിസിനസ് പാഠമാണ്. ഈ 2026 IPL സീസണിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏതാണ്? അവർ കപ്പടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.